ഇപ്പോഴത്തെ ധവളപത്രം നിയമസഭയിൽ വെച്ചിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നേരെ പോവാം. ഓഫീസിൽ ഗുണഭോക്താക്കളോ പൊതുജനങ്ങളോ പരാതി സമർപ്പിച്ചിട്ടില്ല. ആയതിന്റെ വസ്തുത മനസ്സിലാക്കുന്നതിനായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും വിവരങ്ങൾ അന്വേഷിച്ചതിൽ മേൽപ്പറഞ്ഞ വാർഡുകളിലെ ക്ഷേമ പെൻഷൻ വിതരണം പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് മുഖേനയാണ് നടപ്പാക്കുന്നതെന്നും പെൻഷൻ വിതരണ ചുമതലയുള്ള ജീവനക്കാരന് പനി ബാധിച്ചതിനാൽ വീടുകളിൽ കയറി പെൻഷൻ വിതരണം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും അറിയാൻ സാധിച്ചു. ഇതിനെ തുടർന്ന് ഗുണഭോക്താക്കളുടെ അഭിപ്രായ പ്രകാരം അവിടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻവശത്ത് വെച്ച് പെൻഷൻ വിതരണം ആരംഭിക്കുകയും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഗുണഭോക്താക്കളുടെ ആവശ്യാർത്ഥം പിന്നീട് സമീപത്തെ മുറിയിലേക്ക് മാറ്റുകയാണ് എന്നും അറിയുന്നു. പ്രസ്തുത മുറി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ UDF കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്നും അറിയുന്നു. മുൻവശത്തെ ബോർഡ് നീക്കം ചെയ്യാതിരുന്നതിനാലാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും അറിയാൻ സാധിച്ചു. ഇപ്രകാരം പെൻഷൻ വിതരണം ചെയ്തത് ശരിയായില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പെൻഷൻ വിതരണം നടത്തിയ പ്രസ്തുത ജീവനക്കാരനെ പെൻഷൻ വിതരണ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായും ചുമതല മറ്റു ജീവനക്കാർക്ക് വീതിച്ച് നൽകിയതായും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നിരിക്കലും ആയത് ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചോദ്യം സർ, സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും നടന്നു എന്ന് കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നടപടി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാന് ചട്ടപ്രകാരമല്ല സഭയിൽ ധവളപത്രം വെച്ചതെന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. പക്ഷേ അത് പുറത്തു വരട്ടെ, സത്യങ്ങൾ നുണ പറയുന്നത് മാറും എന്നതും പറയുന്നുണ്ട്. കൃത്യമായി വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് ധവളപത്രം വെച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള നേർക്കുനേർ വാക്പോരിലേക്ക് കടന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്നാണ്. പക്ഷേ ധവളപത്രം ഇറക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് പുറത്തുനിന്നല്ല ചെയ്യേണ്ടത്. ചട്ടപ്രകാരം അതിനൊരു രീതിയുണ്ട് എന്നായിരുന്നു അതിന് KN ബാലഗോപാൽ നൽകിയ മറുപടി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. ആ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതുജന മധ്യത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിൽ ഏറ്റവും യോഗ്യരായ ആളുകളുടെ സേവനമാണ് അതിനുവേണ്ടി ഉറപ്പുവരുത്തിയിരിക്കുന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിനിടെയാണ് ഈ മുഖ്യമന്ത്രിയും KN ബാലഗോപാലും നേർക്കുനേർ വാക്പോരിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ സംസാരിക്കുന്നു. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 2 പ്രകാരമുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സാർ, ഇനി അങ്ങേക്കുള്ള ഒബ്ജക്ഷൻ പറഞ്ഞോളൂ. വേണ്ടത് സാർ ഇതിനകത്ത് ഞാൻ പറയാനുള്ളത് പറയാം. സാർ, ഇതിനകത്ത് ഒരു ധവളപത്രം വെക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഞങ്ങളും അംഗീകരിക്കുന്നു. ധവളപത്രം കൃത്യമായിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും വരും. ധവളപത്രത്തിനകത്ത് വരുന്നതിന് ഒരു കാര്യവും നമുക്ക് പേടിയില്ല, വിഷമമില്ല എന്ന് മാത്രമല്ല, നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറി സത്യം പുറത്തു വരുന്നത് നല്ലതാണ്. സാർ, ആ ധവളപത്രം വെക്കുമ്പോൾ അതിനകത്ത് ചില പ്രൊപ്പറേറ്റി ഉണ്ട്. സാർ, ഇതിനകത്ത് കമ്മിറ്റിക്കകത്ത് വെച്ചേക്കുന്ന ആളുകളെ പറ്റി പത്രത്തിൽ വായിച്ചു. അവരെ പറ്റിയും എനിക്ക് വ്യക്തിപരമായി നല്ല ബഹുമാനമുള്ള ആളുകളാണ്. സാർ, വളരെ നല്ല അക്കാഡമിക് അല്ലെങ്കിൽ ഈ രംഗത്ത് ഭരണപരിചയമുള്ള ആളുകളാണ്. സാർ, ഇവിടുത്തെ പ്രശ്നം നമ്മൾ സാധാരണ ധനകാര്യ വകുപ്പിന്റെ ഒരു ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് ഡോക്യുമെന്റ് എല്ലാം നോക്കിയിട്ടാണ് സാർ വെക്കേണ്ടത്. നിങ്ങൾക്ക് നോട്ടീസ് തന്നതിനകത്ത് ആ വിശദമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ സാർ അതിനെ സംബന്ധിച്ച് ഈ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ആൾ അത് ഉന്നയിക്കുകയും ബന്ധപ്പെട്ട മന്ത്രി, ഇവിടെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പറയുകയും അത് സംബന്ധിച്ച് റൂളിംഗ് ചെയർ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് എത്രയോ കാലമായി. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സഭയിൽ എത്രയോ കാര്യങ്ങൾ കണ്ടത് അങ്ങനെയാണ്. സാർ, സാറ് ഏറ്റവും സജീവമായ ഒരു മെമ്പറായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ ബഹളത്തിനിടയിൽ ലേ ചെയ്തിട്ട് കൈയടിച്ചതിന്റെ കാര്യമില്ല. ഇവിടെ പിന്നെ ഞങ്ങൾ എന്തായാലും നിങ്ങൾ വെക്കും, പിന്നെ ഇത് ചർച്ച ചെയ്യും, അതിനല്ല തർക്കം, വെക്കുന്നതിന്റെ അല്ല. പക്ഷെ അതിനൊരു നിയമസഭയ്ക്കകത്തൊക്കെ ഒരു പ്രൊപ്പറേറ്റി ഉണ്ട്, ഒരു നിയമപരമായ കാര്യമുണ്ട്. ചെയറാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സാർ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇങ്ങനെ ഒരു 3 പേരുടെ കമ്മിറ്റി വരുമ്പോൾ ഫിനാൻസിന്റെ കാര്യത്തിനകത്ത് ഫിനാൻസിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നോക്കിയാലേ ധവളപത്രം തയ്യാറാക്കാൻ പറ്റൂ. സാർ, ധവളപത്രം സാധാരണ തയ്യാറാക്കുമ്പോൾ ധവളപത്രം ആദ്യം ബ്രിട്ടീഷുകാരാണല്ലോ തുടങ്ങിയത്. അവിടുത്തെ ഗവൺമെന്റ് ഡോക്യുമെന്റ് ഇന്നിപ്പോ പ്രൈവറ്റ് മേഖലയിലുണ്ട്. സാർ, ഓഡിറ്റഡ് അക്കൗണ്ട്
ഓഡിറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ സർക്കാരിൽ ആർക്കാ അവകാശം? AGക്കേ ഉള്ളൂ. C&AG ആണ്. സാർ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ വെച്ചിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഓഡിറ്റ് ഓർഗനൈസേഷൻസിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നും ഇത് പ്രിപ്പയർ ചെയ്യുന്നതും ധവളപത്രം ഇറക്കുന്നതും. സാർ, ഇവിടെ 2011 UDF അന്ന് ഇറക്കിയ വൈറ്റ് പേപ്പറിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. അന്ന് അങ്ങ് ഈ സഭയിൽ അംഗമാണ്. സാർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് തയ്യാറാക്കിയത്. ഫിനാൻസിനകത്ത് ഫിനാൻസ് മിനിസ്റ്റർക്ക് അറിയാം, ഡെയിലി നമ്മുടെ ഫിനാൻസിന്റെ ഫ്ലോയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രൊജക്ഷനും ഒക്കെ ധനകാര്യമന്ത്രി കാണും, ധനാധിപത്യ സെക്രട്ടറി കാണും, വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ കാണും. സാർ, ഇത്തരം കാര്യങ്ങളനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇവിടെ വലിയ ബഹളം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൊടുക്കും എന്ന് ധനകാര്യമന്ത്രി സഭയിൽ പറയുന്നത് ഈ രഹസ്യ ഡോക്യുമെന്റ് അതൊരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്, അറിയുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അതിനൊരു പ്ലാനിങ് കാണും, ഇപ്പോഴും പ്ലാനിങ് കാണും. സാർ, ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ. അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രമപ്രശ്നമല്ലേ? ഔദ്യോഗിക രഹസ്യ രേഖകൾ നിങ്ങളൊരു പ്രൈവറ്റ് ചാർട്ടേഡ് അക്കൗണ്ടിനെയോ വലിയ കമ്പനികളെ പോലും ഏൽപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, ഇതിനകത്ത് വെച്ചേക്കുന്ന അംഗങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് അടിവരായിട്ട് പറയുകയാണ്. ആളുകളുടെ വ്യക്തിത്വത്തെ പറ്റി ചോദ്യം ചെയ്തില്ല, ഇന്റഗ്രിറ്റിയെ പറ്റി ചോദ്യം ചെയ്തില്ല. സാർ, നാളെ ഇതൊരു പ്രീസിഡന്റ് ആയിട്ട് എടുത്ത് ആരെങ്കിലും 3 പേരെ കൊണ്ടുവന്നിട്ട് ഒരു ഡോക്യുമെന്റ് വെക്കാം, ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കാം. പിന്നെ ഇപ്പൊ ഇവർക്ക് കൊടുത്തേക്കുന്ന കാര്യം തന്നെ മൊത്തം അവർക്ക് കിട്ടുന്ന വെച്ചല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുത്തത് കറക്റ്റ് അല്ലെങ്കിൽ അത് വെച്ച് വരുന്ന ഡോക്യുമെന്റും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആവാം. സാറെ, പൊളിറ്റിക്കലായി ഉപയോഗിക്കാനല്ല വൈറ്റ് പേപ്പർ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് അല്ലെങ്കിൽ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇവിടെ ലീഡർഷിപ്പ് ചെയ്തതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വെക്കുന്ന കാര്യം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് സാർ. 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കിയത് പിന്നെ ധവളപത്രമാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ് സാർ. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി ഇറക്കാതെ പുറത്തുനിന്നുള്ള 2-3 ആരായാലും അങ്ങനെ വെക്കുന്ന കാര്യം ശരിയാവുമോ എന്നുള്ളതാണ് സാർ ഒരു പ്രധാന പ്രശ്നം. പിന്നെ ധവളപത്രത്തിനകത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നോക്കിയിട്ട് പറയാം സാർ. ധവളപത്രം ഇറക്കുന്നതിനകത്തോ കാര്യം വരുന്നതിനകത്തോളം തർക്കമല്ല. നാളെ ഇതൊരു പ്രീസിഡന്റ് ആയിട്ട് എടുത്തിട്ട് ആർക്കും ഇങ്ങനെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖ, സാർ രേഖകൾ എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ടാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഈ മാസം, അടുത്ത മാസം, അതിനടുത്ത മാസത്തെ ഫിനാൻസ് എന്ന് അറിയുന്നത് വളരെ കുറച്ച് ആൾക്കാർ അറിയാവോ. അറിയുന്നവരല്ലെങ്കിൽ സാർ, നമ്മുടെ സംസ്ഥാനത്തിന്റെ അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റിയെ മൊത്തം തകിടം മറിക്കാൻ പറ്റും ആ രഹസ്യം പുറത്തു പോയാൽ. അങ്ങനെ രഹസ്യം പുറത്തേക്ക് കൊടുത്തിട്ട് ഒരു ധവളപത്രം ഇറക്കുന്നത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിനകത്ത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം. സീക്രട്ട് സെക്ഷൻ പോലെയുള്ള സെക്ഷനുകൾ എന്തിനാ സാർ അവിടെ? AGക്ക് പോലും നമ്മൾ പൊതുവിൽ അത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാലേ സാർ കൊടുക്കൂ. AGക്ക് പോലും കൊടുക്കാത്ത കണക്ക് പുറത്തെടുത്തിട്ട് കൊടുത്തിട്ടാണോ തയ്യാറാക്കുന്നതെങ്കിൽ അത് അത്ര ശരിയായ ഒരു കാര്യമല്ല. അതൊരു ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ 1 വർഷത്തേക്ക് 2 ലക്ഷമോ 2.25 ലക്ഷമോ കോടി കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, എക്സ്ചക്കർ ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, അതിന്റെ ധനകാര്യമന്ത്രി വകുപ്പ് ഈ കാര്യങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം പരസ്യമായിട്ടല്ല ചെയ്യേണ്ടത്. ഇന്റഗ്രിറ്റി ഓഫ് ദ ഓഫീസേഴ്സ്, ഐ എം നോട്ട് ദ പർട്ടിക്കുലർ പീപ്പിൾ, ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റ് ഒക്കെ നാളെ ആരെയും കൊണ്ടുവന്ന് ചെയ്യിക്കാം, അത് ചെയ്യാൻ പാടില്ല. അതൊരു പ്രശ്നമാണ്, അതൊരു ഭരണഘടനാ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊപ്പറേറ്ററുടെ പ്രശ്നമാണ്, സഭയുടെ അവകാശത്തിന് നമ്മുടെ നിയമത്തിന്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ടാണ് സാർ ആ ഒബ്ജക്ഷൻ പറയുന്നത്. അതിനെ സംബന്ധിച്ച് റൂളിംഗ് വേണം. ഗവൺമെന്റ് ലേ എന്ന് പറഞ്ഞാലും റൂളിംഗ് വേണം സാർ. ഇത് നാളെ ഒരു ചരിത്രമായി കൂടാ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒന്നാമത്തെ കാര്യം, നിയമസഭ നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത്